എയിംസ് പ്രഖ്യാപിച്ചല്ലോ, 2016 പ്രഖ്യാപിച്ചല്ലോ ബഡ്ജറ്റിൽ. എയിംസ് കേരളത്തിലെ കാര്യമാണോ ചോദിച്ചത്? കേരളം എന്ത് ചെയ്തു കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യകർത്താവ് ഇപ്പൊ പറഞ്ഞു തരണം. അതിന്റെ സംവിധാനം അതല്ല. അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ മാറ്റി വെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അതിനൊരു പാരാഫെർനേലിയ ഉണ്ട്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിന്റെ ഒരു പാരാഫെർനേലിയ, ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനം എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി, സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറം ആണെങ്കിൽ പോലും ഇപ്പൊ തന്നെ സപ്പിളാണ്. അപ്പൊ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥലലഭ്യത, അത് ഈ പറയുന്ന പാരാഫെർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ഇതിങ്ങനെ തന്നെയാണ് കാശ്മീരിൽ പോലും അവസാനം സംഭവിച്ചത്. കാശ്മീർ ഒരുപക്ഷെ അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടായി, ഒരു ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 3ഓ 4ഓ സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു, ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു. അതിലൊന്നിൽ അതിന്റെ പണി തുടങ്ങി, അവിടെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു വർജ്യമോ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലോ ഒന്നും ഇതിനകത്ത് പാടില്ല. എല്ലാം കേരള മക്കളാണ്. നാരി യുവ, ഈ 2 വേർട്ടിക്കൽസിന്റെ പരിപോഷണം, പരിലാളനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഈ ഡിസൈനിൽ നോക്കിയാൽ അറിയാം. MSME ആയാലും, സെമി കണ്ടക്ടേഴ്സ് ആയാലും, മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഡെവലപ്മെന്റ്, ഗൈഡ് ടൂറിസം, ഗൈഡ് ട്രെയിനിങ്, പുതിയ സസ്റ്റൈനബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻസ്, 50 പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിട്ടുള്ളത്. 2 ദിവസം മുമ്പാണ് ഞാൻ അതിന്റെ റിവ്യൂ മീറ്റിംഗ് എടുക്കുന്നത്. ആ റിപ്പോർട്ട് റെഡിയാണ്. പ്രധാനമന്ത്രി എടുത്ത് അടുത്ത ആഴ്ച, പാർലമെന്റ് കഴിഞ്ഞ് അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ അപ്രൂവലിനെത്തും. അതിനകത്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ 1 മാസത്തിനകം തിരിച്ചു വന്നാൽ 50 പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിന് ഉറപ്പായിട്ടും ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കിട്ടും. 28ഉം 8ഉം 36 ഡെസ്റ്റിനേഷൻസ് പോകെ അവശേഷിക്കുന്ന 14 ഡെസ്റ്റിനേഷൻസിൽ ഒന്നിന് സ്റ്റേക്ക് വയ്ക്കാം കേരളത്തിന്. ഒരു ന്യൂ ഡെസ്റ്റിനേഷന് കിട്ടുന്നത് 500 കോടിയാണ്. 200 കോടി മെയിൻ്റനൻസിനും ഓപ്പറേഷനും, 300 കോടി സ്ഥാപിതമാക്കുന്നതിന്. ഇത് കേരളത്തിന് കിട്ടും. അതുകൊണ്ട് എത്രയാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, IHM-ൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തൊഴിലവസരങ്ങൾ എത്രയാണ് വർദ്ധിക്കുന്നത്? പെരിഫറൽ ബെനിഫിറ്റ്സ് എത്രയാണ്? ആ ഒരു ഡെസ്റ്റിനേഷനെ ചുറ്റിപ്പറ്റി വരുന്ന ഹോം സ്റ്റേസ്, അവിടുത്തെ അടുക്കളയിൽ പണിയെടുക്കുന്ന, ഹോം സ്റ്റേയിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർ, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിയാൽ അവരും അസംഘടിത മേഖലയാണ്. ഇതാണ് പ്രശ്നം. കേരളത്തിൽ ഇപ്പൊ ഞാൻ പൂമല എന്ന് പറഞ്ഞ് തൃശ്ശൂര്, അതിന്റെ ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും എല്ലാം ഭയങ്കര വൈവിധ്യമുള്ളതാണ്. നിങ്ങൾ പൂമല ഒരു ശനി ഞായർ പോവുക, ഇതാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ തൃശ്ശൂരുകാർ എന്നെ തെരഞ്ഞെടുത്തതിനെ ശിക്ഷിക്കാൻ വേണ്ടി തൃശ്ശൂർ അത് തരില്ല എന്ന് ഈ രാഷ്ട്രീയം വിചാരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് ഇതിന്റെ, ഞാൻ എയിംസിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ പാരാഫെർനേലിയാണ്. ആ പാരാഫെർനേലിയ മീറ്റപ്പ് ചെയ്യാൻ, സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് ആരൊക്കെ നടത്തണം. 3 വശങ്ങളുണ്ട്. ആ 3 ഭാഗത്തു നിന്നും ഇതിന്റെ ഏകീകരിച്ച പ്രയത്നം ഉണ്ടാവണ്ടേ. അതിനകത്ത് രാഷ്ട്രീയം കലർന്നാൽ ജനങ്ങളുടെ
ഒരു സൗഭാഗ്യമാണ് നഷ്ടപ്പെടുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1,00,000 പുതിയ AHP സ്ഥാപനങ്ങൾ സ്ഥാപിക്കും. ഒപ്റ്റോമെട്രി, റേഡിയോളജി, അനസ്തീഷ്യ, OT ടെക്നോളജി, അപ്ലൈഡ് സൈക്കോളജി, ബിഹേവിയറൽ ഹെൽത്ത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ്. ഉന്നത മൂല്യമുള്ള കൃഷിയിലൂടെ ഫാം ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരണം. ഉന്നത മൂല്യമുള്ള കാർഷിക വിളകളെ സർക്കാർ പിന്തുണയ്ക്കും. തീരദേശങ്ങളിൽ തേങ്ങ, ചന്ദനം, കൊക്കോ, കശുവണ്ടി എന്നിവ പ്രോത്സാഹിപ്പിക്കും. വടക്ക് കിഴക്കൻ മേഖലകളിൽ അഗർമരങ്ങൾ, മലയോര മേഖലകളിൽ ബദാം, വാൾനട്ട്, പൈൻ നട്ട്സ് തുടങ്ങിയ പരിപ്പുകൾ. വാൾനട്ട്, ബദാം, പൈൻ നട്ട്സ് എന്നിവയുടെ കൃഷിയിൽ യുവാക്കളെ ഉൾപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു പ്രത്യേക പദ്ധതിയെ സർക്കാർ പിന്തുണയ്ക്കും.